മീനുക്കുട്ടിയുടെ അച്ഛനും അമ്മയും എത്ര വർഷം മുമ്പ് മരിച്ചെന്നാണ് സിനിമയിൽ പറയുന്നത്? A10, B8, C15. പാടാണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പാടാണെന്ന് വിചാരിച്ചില്ല. പ്ലെയിൻ അപകടത്തിൽ മരിച്ചെന്നുള്ളത് ഓർമ്മയുണ്ട്. എത്ര വർഷം? 10 10 തോന്നുന്നു. 8, 15. 10 തോന്നുന്നു. 10, 8, 15. കൂട്ടട്ടെ. 10. എനിക്ക് തെറ്റു പറയുമ്പോഴാണ് പൂട്ടാൻ ആവേശം കൂടുന്നത്. എന്നാ 15 ആവൂല. 8. 10 വേണോ 8 വേണോ? പൂട്ടല്ലേ നോക്കട്ടെ. 10 തന്നെ പറയേച്ചി. 10. പോട്ടെ. പുള്ളിക്കാരിക്ക് 10 ലക്കി നമ്പർ. 10 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. പോയല്ലേ? പോയി മക്കളെ, കൈവിട്ടു പോയി. സാരമില്ല. 10 തെറ്റാണല്ലേ? തെറ്റിപ്പോയല്ലോ എന്ന് ഞാൻ എങ്ങനെ പറയും? തെറ്റിക്കോട്ടെ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരി. 4ാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. സുധിയുടെയും കൂട്ടരുടെയും ഓട്ടോ സ്റ്റാൻഡ് ഏത് സ്ഥാപനത്തിന് മുന്നിലാണ് ഉള്ളത്? A, മെഡിക്കൽ കോളേജ്, B, സർക്കാർ ജനറൽ ആശുപത്രി, C, മുനിസിപ്പൽ ഓഫീസ്. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. മുനിസിപ്പൽ ഓഫീസ് എന്തായാലും അല്ല. സർക്കാർ ജനറൽ ആശുപത്രി എന്നൊക്കെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണിക്കണം. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഊട്ടിക്കോ സാറേ? മെഡിക്കൽ കോളേജ് ആണോ? ചെറിയായിട്ട് സംശയിക്കുന്ന സ്ഥിതിക്ക് ഞാൻ സംശയിക്കുന്നില്ല. എങ്ങനെ തെറ്റിക്കണം ആലോചിച്ചു. അതിന്റെ അകത്ത് ചിലപ്പോ സർക്കാരും കൂടെ ചേർക്ക്. സർക്കാർ മെഡിക്കൽ കോളേജോ? സർക്കാർ ജനറൽ ആശുപത്രി. സർക്കാർ ജനറൽ ആശുപത്രി എന്ന് വെച്ചാൽ എന്നാ സർക്കാർ ജനറൽ ആശുപത്രി. സർക്കാർ ജനറൽ ആശുപത്രി അത് മതിയല്ലേ? അതാ സുഖം. മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നതിനെക്കാട്ടി സർക്കാരിന്റെ ജനറൽ ആശുപത്രി പോവാൻ നമുക്ക്. ഉള്ള അസുഖം ഇങ്ങോട്ടും കൂടെ കിട്ടും. തെറ്റിച്ചേ. ബി, സർക്കാർ ജനറൽ ആശുപത്രി ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ പൂട്ടിക്കോളാൻ പറഞ്ഞതാ. ഇനി ഒരു ചോദ്യം ചോദിക്കാം എന്റെ അടുത്ത്. ആ കാടിന്റെ നടുക്ക് കൂടി ഒരു പുഴയുണ്ട്. ഫ്രിഡ്ജുണ്ടോ? ഇല്ലല്ലോ. ഫ്രിഡ്ജില്ല. ആ കാറിന്റെ നടുക്ക് കൂടി ഒരു പുഴയുണ്ട്. ആ കാടിന്റെ നടുക്കൂടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഭീകരനായിട്ടുള്ള ഒരു കടുവയുണ്ട്. അപ്പൊ ഒരു അമ്മൂമ്മയ്ക്ക് ഈ പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോണം. അപ്പൊ ഈ അമ്മൂമ്മ ഈ മുതല പിടിച്ച് തിന്നോന്ന് നല്ല പേടിയുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല, സന്ധ്യ ആവാൻ പോവാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് അമ്മൂമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോണം. അമ്മൂമ്മ എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് കടന്നു. പക്ഷെ മുതല പിടിച്ചില്ല. എന്തുകൊണ്ട്? മുതലയില്ലായിരുന്നു. എവിടെ പോയി? മുതല വെള്ളത്തിലുള്ളതാന്നേ. മുതല ചിലപ്പം മോഹൻലാലിന്റെ പല പുതിയ റിലീസും എല്ലാം കാണും, കാണാൻ പോയതായിരിക്കും. മുതല പിടിച്ചില്ല. മുതല എന്ത് 10 സെക്കൻഡേ ഉള്ളേ. മീറ്റിങ്ങിന് പോയി. എന്റെ മാനം കപ്പലേറും. മുതല സിംഹത്തിന്റെ മീറ്റിങ്ങിന് പോയേക്കും. അതാ പിടിക്കാതിരുന്നേ. വേണമെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഇതും കൂടെ ഉള്ളു, തീർന്നു. അപ്പൊ മുതല പിടിക്കാതെ അമ്മൂമ്മ രക്ഷപ്പെട്ട് അമ്മൂമ്മ അങ്ങോട്ട് കേറിയതും അമ്മൂമ്മ പുഴയെന്ന് കേറിയതും മുതല പിടിച്ചു അല്ല, ചത്തു വീണു. അമ്മൂമ്മ മരിച്ച് നിലത്ത് വീണ്. എങ്ങനെ അമ്മൂമ്മ എങ്ങനെ മരിച്ചു? ഇത് പറയൂല. അതാ ഞാൻ ചോദിച്ചത്, അതെങ്ങനെയെന്ന്. അങ്ങനെ ഇത് കഷ്ടപ്പെട്ട് നീന്തി അക്കരെ ചെന്ന്, പക്ഷെ പാവം അവിടെ മരിച്ചു വീണ്. അതെങ്ങനെ? അതാ എങ്ങനെ? ഇത് തോക്ക്. ഇഷ്ടിക വന്ന് വീണു. ആ പ്ലെയിനിൽ നിന്ന് ഇഷ്ടി ഇപ്പോഴാ വന്നത്. ഇതറിയായിരുന്നല്ലേ? എന്ത് ചെയ്യാനാണ്?
മഞ്ജു നല്ല ജീവിതമേ ഇങ്ങനെ വന്നതായിരുന്നു. ജീവിതമേ ഇങ്ങനെ പോയി. ജീവിക്കണ്ടേ? അയ്യോ, ഇനി എന്റെ കയ്യിൽ ചോദിക്കാൻ ചോദ്യം ഒന്നുമില്ല. അപ്പൊ ബി സർക്കാർ ജനറൽ ആശുപത്രിയാണ് അല്ലേ? മെഡിക്കൽ കോളേജ് പോരായിരുന്നു? മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഞാൻ അതെടുക്കും. സർക്കാർ ജനറൽ ആശുപത്രി ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ. ഇതിന്റെ 1000 രൂപ ശ്രീയേട്ടന്. എനിക്ക് 1000 വാങ്ങിക്കാറില്ല ഞാൻ. ഞങ്ങളൊക്കെ സാധുക്കൾ 1000 മേടിക്കണം. എനിക്ക് 1000 തരുന്നുള്ളൂ. എനിക്ക് 10,000. 10,000.